ഇപ്പോ സമാധാനത്തിന്റെ കാലമല്ല. അതുകൊണ്ട് ഫണ്ടമെന്റൽസ് നോക്കുക, വില കുറയുന്നത് നോക്കി വാങ്ങാതിരിക്കുക. പീറ്റർ ലിഞ്ച് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മള് ഡെപ്റ്റ്, ഏർണിങ്സ്, അതേപോലെ തന്നെ സ്റ്റോറീസ് എന്ന് ഉദ്ദേശിക്കുന്ന മാനേജ്മെന്റ്, അതേപോലെ തന്നെ പ്രൊമോട്ടേഴ്സ്. ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ, ഫണ്ടമെന്റൽസ് നോക്കണമെന്ന്. അത് തന്നെയാണ് പുള്ളിയും ഉദ്ദേശിക്കുന്നത്. ഈ സമയത്ത് അതാണ് ഏറ്റവും വലിയ കാര്യം. പല സ്റ്റോക്കും താഴെ ഇറങ്ങി വാങ്ങാവോ, ബോട്ടമായോ എന്നൊക്കെ പലരും ചോദിക്കുന്നുണ്ടാവും. പല സോഷ്യൽ മീഡിയകളും പറയുന്നുണ്ട് ബോട്ടമാവുന്നു. പക്ഷെ അതല്ല കാര്യം. ഒരിക്കലും നമ്മൾ ഒരു സ്റ്റോക്ക് ബോട്ടമായോ എന്ന് ആർക്കും പറയാൻ പറ്റില്ല. അത് വെച്ചിട്ട് നമുക്ക് വാങ്ങാനും പറ്റില്ല, പിന്നെയും താഴാം. അതേപോലെ തന്നെ വിൽക്കാനായിട്ട് ടോപ്പ് ആയോ എന്നും നമുക്ക് പറയാൻ പറ്റില്ല. അതേപോലെ തന്നെ വിൽക്കാൻ പറ്റിയ സമയവും ഇല്ല. ഇത് മനസ്സിലാക്കുക. ഇപ്പൊ സിനാരിയോ ആണ് എന്നുള്ളത് നേരാണ്. പല ന്യൂസ് ചാനലുകളും തമ്മിൽ കൺഫ്യൂഷനാണ്. ഗ്രൗണ്ട് ഇൻവേഷനെ കുറിച്ച് പറയുന്നു, നെഗോസിയേഷൻസിനെ കുറിച്ച് പറയുന്നു, റിക്രൂട്ടർ അറ്റാക്സിനെ കുറിച്ച് പറയുന്നു, സമാധാനത്തെ കുറിച്ച് പറയുന്നു. ഒരു ക്ലാരിറ്റി ഇല്ല. മിക്കതും നോയ്സ് ആണെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. എന്താണെങ്കിലും നമ്മൾ അതിൽ നിന്ന് മാറി ചിന്തിച്ചിട്ട് നമ്മൾ സമാധാനപൂർവം ആയി ഫണ്ടമെന്റൽസ് നമുക്ക് നല്ല വാല്യുവേഷനിൽ കിട്ടുന്ന സ്റ്റോക്കുകൾ, പ്രീമിയം സ്റ്റോക്കുകൾ നമ്മൾ ചെറിയ ചെറിയ ക്വാണ്ടിറ്റിയിൽ നമ്മൾ അക്യുമുലേറ്റ് ചെയ്യുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് തീർച്ചയായിട്ടും ഒരു സെബി രജിസ്റ്റേർഡ് അഡ്വൈസറുടെ മേൽനോട്ടത്തിലായിരിക്കണം എന്ന് ഞാൻ പറയുന്നു. വീക്കെൻഡ്സിൽ ഒരു ജഗപുകയായിട്ട് നമുക്ക് ഒരുമിച്ച് കാണാം. താങ്ക് യു.